ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പാമ്പുകളിൽ നിന്നും ജാഗ്രത പാലിക്കാം. അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയതോടൊപ്പം തന്നെ പാമ്പ് കടിയേൽക്കുന്നതും ഇന്ന് വാർത്താ പ്രാധാന്യമുള്ളതാണ്. കിടക്കയിൽ നിന്നും പാമ്പ് കടിയേറ്റതായും മുറ്റത്തും വരാന്തയിലുമൊക്കെ പാമ്പിന്റെ സാന്നിധ്യമുണ്ടാകുന്നതുമെല്ലാം വാർത്തകളിൽ പൊതുവെ ഇടം നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാമ്പുകളെക്കുറിച്ചുള്ള മിഥ്യാധാരണകളും ഏറുകയുമാണ്. ഏതുതരം പാമ്പ് കടിയേറ്റാലും അടിയന്തര വൈദ്യചികിത്സ നടത്തുന്നതാണ് ഉചിതം. ചികിത്സ വൈകുന്നതുവഴി വിഷമുള്ള പാമ്പാണെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പലപ്പോഴും കടിയേറ്റ ശേഷമായിരിക്കും മുറിവ് ശ്രദ്ധിക്കുക. പാമ്പിനെ കാണണമെന്നില്ല. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ അലക്ഷ്യമായി നടക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഏൽക്കുന്ന പാമ്പുകടി ആദ്യം ശ്രദ്ധിക്കാതെ പിന്നീട് അത് മാരകമായേക്കാം. മുതിർന്നവരിലും ശ്രദ്ധിക്കാതെ പോകുന്നവർ ഉണ്ടായേക്കാം. വേദനയുണ്ടാവുകയും മറ്റ് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കുക. കേരള വനം വന്യജീവി വകുപ്പിലെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും സർപ്പയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ശ്രീ മുഹമ്മദ് അൻവർ. ജനവാസ മേഖലകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വന്യജീവികളാണ് പാമ്പുകൾ. ഇന്ത്യയിൽ 350-ൽ പരം വ്യത്യസ്ത ഇനം പാമ്പുകളുണ്ട്. കേരളത്തിൽ 130-ലേറെ ഇനങ്ങളുണ്ട്. ഇവയിൽ ബഹുഭൂരിപക്ഷവും വിഷമില്ലാത്ത ഇനങ്ങളാണ്. ഉഗ്രവിഷമുള്ളതും മനുഷ്യന് അപകടകാരികളുമായ 10ഓളം ഇനങ്ങളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അവയിൽ മനുഷ്യമരണങ്ങൾക്ക് കൂടുതലും കാരണമാകുന്ന 4 ഇനങ്ങളെ ബിഗ് 4 എന്ന് അറിയപ്പെടുന്നു. ഈ ബിഗ് 4 ഇനങ്ങളിൽ ആദ്യത്തേത് മൂർഖൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന സ്പെക്ടക്കിൾഡ് കോബ്ര ആണ്. രണ്ടാമത്തേത് വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, 8 വീരൻ, മോതിര വളയൻ, കരിവേല, ശംഖുവരയൻ എന്നൊക്കെ അറിയപ്പെടുന്ന കോമൺ ക്രൈറ്റ് ആണ്. മൂന്നാമത്തേത് ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്ന റസ്സൽസ് വൈപ്പറാണ്. നാലാമത്തേത് ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന സോസ്കൈൽഡ് വൈപ്പറാണ്. ഈ 4 ഇനങ്ങളുടെയും കടിയേറ്റാൽ ഒരൊറ്റ ആന്റിവനം ആണ് അഥവാ പ്രതിവിഷമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ 4 ഇനങ്ങളെ കൂടാതെ രാജവെമ്പാല, മുഴമൂക്കൻ കുഴിമണ്ഡലി എന്നീ ഇനങ്ങളും ഉഗ്രവിഷമുള്ള ഇനങ്ങൾ തന്നെയാണ്. പാമ്പുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പാമ്പുകളെയും സുരക്ഷിതരാക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് 2020 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. പാമ്പുകൾ വന്യജീവികളാണ് എന്നതുകൊണ്ട് തന്നെ അപകട സാഹചര്യങ്ങളിൽ പാമ്പുകളെ പിടികൂടി നീക്കം ചെയ്യുന്നതിന് നിയമപരമായ അനുമതിയും അംഗീകാരവും ആവശ്യമാണ്. കൂടാതെ ഇക്കാര്യത്തിൽ പ്രൊഫഷണൽ ട്രെയിനിങ്ങും ആവശ്യമാണ്. ഇത്തരത്തിൽ പരിശീലനം സിദ്ധിച്ച അംഗീകൃത റെസ്ക്യൂർമാരുടെ സേവനം സർപ്പ ആപ്പിൽ ലഭ്യമാണ്. ഒരു പാമ്പിനെ അപകട സാഹചര്യത്തിൽ കണ്ടെത്തിയാൽ ഉടനെ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. അടുത്തുള്ള അംഗീകൃത റെസ്ക്യൂവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി നീക്കം ചെയ്യുന്നതായിരിക്കും. ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. സൗജന്യമായി ആർക്കും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പാമ്പുകൾ മൂലമുള്ള അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പാമ്പ് കടിയേറ്റ് ഒരു വിലപ്പെട്ട ജീവൻ പോലും നഷ്ടപ്പെടാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നതാണ് സർപ്പ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നവരുടെ നിയമപരമായ അവകാശികൾക്ക് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകി വരുന്നുണ്ട്. വനത്തിന് പുറത്തുവച്ച് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടാൽ 4 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. കൂടാതെ പാമ്പ് കടിയേറ്റ് ചികിത്സ വേണ്ടിവരുന്നവർക്ക് ചികിത്സാ ധനസഹായവും വനം വകുപ്പ് നൽകുന്നുണ്ട്. 1 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകളാണ് റീഇംബേഴ്സ് ചെയ്ത് ഇത്തരത്തിൽ നൽകുന്നത്. ഇതിനായി ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. പരിക്കേറ്റവർ 6 മാസത്തിനുള്ളിലും മരണപ്പെട്ടവരുടെ അവകാശികൾ 1 വർഷത്തിനുള്ളിലുമാണ് ഇത്തരത്തിൽ അപേക്ഷിക്കേണ്ടത്. വന്യജീവികളുമായി ബന്ധപ്പെട്ട അടിയന്തര സന്ദേശങ്ങൾ അറിയിക്കുന്നതിന് വനം വകുപ്പിന് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ടോൾ ഫ്രീ നമ്പരും പ്രവർത്തിക്കുന്നുണ്ട്. ഹീമോടോക്സിക് അഥവാ രക്തത്തെ ബാധിക്കുന്നതും ന്യൂറോടോക്സിക് അഥവാ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത് എന്നിങ്ങനെ 2 തരത്തിലുള്ളതാണ് പാമ്പിൻ വിഷം. ഹൃദയത്തെ ബാധിക്കുന്നതും പേശികളെ ബാധിക്കുന്നതും ഒക്കെ കാണപ്പെടുന്നു. 100 കണക്കിന് പാമ്പുകളിൽ വളരെ കുറച്ച് ഇനമാണ് വിഷമുള്ളത്. പാമ്പിനെ തിരിച്ചറിയുന്നതിലുപരി ശാരീരിക ലക്ഷണങ്ങൾ നോക്കിയാണ്
ചികിത്സ നിർണ്ണയിക്കുക. പാമ്പിനെ തിരഞ്ഞ് സമയം കളയുന്നത് രോഗിയുടെ നില വഷളാക്കും എന്നതിൽ സംശയമില്ല. പാമ്പുകൾ മിക്കതും പൊതുവായ സ്ഥലങ്ങളിൽ കാണുമെന്നതിനാൽ കടിച്ച പാമ്പിനെ ആകണമെന്നില്ല പിടിച്ചുകൊണ്ടുവരുന്നത്. ഒരേ പരിസരത്തു തന്നെ ഒന്നിലധികം ഇനത്തിലുള്ള പാമ്പുകൾ ഉണ്ടാകാം. അതിനാൽ പാമ്പിനെ പിടിക്കുന്നതോ അതിൻ്റെ ചിത്രമോ വീഡിയോ എടുക്കുന്നതുമെല്ലാം സമയം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. ഏറ്റവും പ്രധാനം പാമ്പ് കടിയേറ്റയാളിനെ ആശ്വസിപ്പിക്കുക എന്നതാണ്. ഭയന്നാൽ രക്തയോട്ടം കൂടുകയും വിഷം വേഗത്തിൽ വ്യാപിക്കാൻ കാരണമാകുകയും ചെയ്തേക്കാം. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും മുറുക്കി കെട്ടരുത്. കഴിയുന്നത്ര വേഗം ആശുപത്രിയിൽ എത്തിക്കുക. വിഷപ്പാമ്പിൻ്റെ കടിക്കുള്ള ചികിത്സ ആൻറ്റിവെനം തന്നെയാണ്. കടിയേറ്റതു മുതൽ ആശുപത്രിയിൽ എത്തും വരെ കടിയേറ്റയാളിൽ കാണപ്പെടുന്ന പ്രത്യേക ലക്ഷണങ്ങൾ ഡോക്ടറെ ധരിപ്പിക്കുക. അശാസ്ത്രീയമായ ചികിത്സ നൽകി സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. വിഷക്കല്ല്, പച്ചമരുന്ന് മുതലായവ പരീക്ഷിക്കാനുള്ള സമയമല്ല എന്നും ഓർമ്മിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനോജ് വെള്ളനാട്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഇഴജന്തുക്കളുടെ കടിയേൽക്കുക. പാമ്പ് കടിയേറ്റ് നിരവധി ആൾക്കാർ മരിക്കുന്ന വാർത്തകളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പാമ്പ് കടി ഏറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്, പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരാൾക്ക് പാമ്പ് കടി ഏറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെ നമ്മൾ ഡു ഇറ്റ് റൈറ്റ് എന്ന ഒരു ചെറിയ ഷോർട്ട് ഫോമിലാണ് സാധാരണ പറയുന്നത്. റൈറ്റ്, RIGHT. അതിൽ R എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റീഅഷ്യൂർ ചെയ്യുക. അപ്പം അയാളെ പാനിക് ആവാതെ നോക്കുക. അപ്പം ഒരു പാമ്പ് കടിച്ചാൽ പാനിക് ആകാതെ നോക്കുക എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. എന്നാലും അയാളെ ആശ്വസിപ്പിക്കുക, ഉടനെ തന്നെ മറ്റ് ഹെൽപ്പ് തേടുക എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്, കൂടെ നിൽക്കുക എന്നുള്ളത്, റീഅഷ്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ I എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടിയേറ്റ ഭാഗം അനക്കാതെ വയ്ക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ അനക്കും തോറും അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ, അവിടെ നിന്നുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ശരീരത്തിലേക്ക് കടന്ന വിനം മറ്റ് ബോഡി പാർട്സിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ടാവും. GH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന യാതൊരുവിധ ചികിത്സയും ഇതിന് യാതൊരു ഗുണവും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. T എന്ന് പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് യുവർ സിംറ്റംസ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡോക്ടറോട് പറയുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കടിയേറ്റ ഭാഗത്ത് വെള്ളം കൊണ്ട് കഴുകാൻ ശ്രമിക്കുക, എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കുക അതിന് മുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തതുകൊണ്ട് ഗുണമില്ല, സമയം നഷ്ടമാണ്, ദോഷം ഉണ്ടാവുകയും ചെയ്യാം. മാത്രമല്ല ചിലപ്പോൾ ആൾക്കാർ ഈ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കിയ രക്തം കളയാനോ അല്ലെങ്കിൽ പല്ലുകൊണ്ട് കടിച്ച ബ്ലഡ് എടുത്ത് കളയാനോ ഒക്കെ ശ്രമിക്കാറുണ്ട്. അത് കൂടുതൽ അപകടകരമാണ്. പാമ്പിനെ തല്ലിക്കൊന്നുകൊണ്ട് ചെല്ലാനുള്ള ഒരു പ്രവണത പലരും കാണിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ആന്റി സ്നേക്ക് വിനോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 4 പാമ്പുകൾക്കും എതിരെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ പരിസരം ശുചിയായി സൂക്ഷിക്കുക. രാത്രിയൊക്കെ നടക്കാനൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് യൂസ് ചെയ്യുക. പാമ്പിനോ എലികൾക്കോ ഒക്കെ കൂട് വയ്ക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ വീട്ടിന് അടുത്ത പരിസര പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയാതിരിക്കുക, അങ്ങനെ എലിയെ നിയന്ത്രിക്കാനുള്ള മറ്റു മാർഗങ്ങളൊക്കെ തേടുക തുടങ്ങിയ പല കാര്യങ്ങളും ഈ കാര്യത്തിൽ ചെയ്യാവുന്നതാണ്. വീട്ടിനുള്ളിലോ വീടിന്റെ പരിസരത്തോ പാമ്പിനെ കണ്ടാൽ സ്വയം പിടിക്കാൻ ശ്രമിക്കരുത്. വനം വകുപ്പിന്റെ പരിശീലനം ലഭിച്ച സർപ്പ വോളണ്ടിയർമാരെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ വിവരം അറിയിച്ചാൽ ഏറ്റവും അടുത്തുള്ള സർപ്പ വോളണ്ടിയർമാർ സ്ഥലത്ത് എത്തുന്നതാണ്. സർപ്പ അഥവാ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുമാണ്. പരിശീലനം ലഭിച്ച സർട്ടിഫൈഡ് ആയിട്ടുള്ള പാമ്പ് പിടുത്തക്കാരുടെ സേവനം പെട്ടെന്ന് ലഭ്യമാകാനും പാമ്പ് കടിയേറ്റാൽ അടുത്തുള്ള ആശുപത്രികളെ കണ്ടെത്താനും ഈ ആപ്പ് സഹായിക്കുന്നു. പാമ്പുകളെക്കുറിച്ചുള്ള അവബോധം നൽകാനും വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനും ആപ്പ് സഹായിക്കുന്നു. പ്ലേ സ്റ്റോറിൽ നിന്ന് സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം പാമ്പിനെ കണ്ട സ്ഥലം, പാമ്പിന്റെ ചിത്രമുണ്ടെങ്കിൽ അതും നൽകി സഹായം ലഭ്യമാക്കാം. ട്രിവാൻഡ്രം സർപ്പ ഫെസിലിറ്റേറ്ററും എഡ്യൂക്കേറ്ററും ആയ ശ്രീ ബിജു.
പാമ്പുടിയുമായുള്ള വാർത്തകൾ ജനങ്ങൾക്കിടയിൽ വളരെയധികം ഭീതി പടർത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേടിക്കേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല. ചൂട് കൂടുതലായതിനാൽ പൊതുവെ പാമ്പുകൾ കൂടുതലായി പുറത്തിറങ്ങാറുണ്ട്. അതുപോലെ തന്നെ വിഷപ്പാമ്പുകളുടെ പ്രജനനകാലം കൂടിയാണ്. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന പാമ്പുകൾ അവയുടെ അനുയോജ്യമായ ആവാസ സ്ഥലങ്ങളിൽ എത്തുന്നവരെ അത് യാത്രയിലായിരിക്കും. ആ സാഹചര്യത്തിൽ നമ്മുടെ വീടിന്റെ പരിസരത്തെ ഒക്കെ പാമ്പിന്റെ സാധ്യതയുണ്ട് കാണാനായിട്ട്. നമ്മൾ ശരിക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടും പരിസരവും പരമാവധി വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം. വീടിന്റെ ചുവരിനോടും മതിലിന്റെ ചുവരിനോടും ചേർന്നും ചെടിച്ചട്ടികൾ ചേർത്ത് വെക്കാതിരിക്കുക. വെക്കുന്ന ചെടിച്ചട്ടികൾ കൂട്ടത്തോടെ വെക്കാതെ അകലം പാലിച്ച് വെക്കാൻ ശ്രമിക്കണം. ചെടിച്ചട്ടികൾ കൂട്ടത്തോടെ വെക്കാൻ നേരത്ത് അതിന്റെ ഇടയിൽ ഇതിന് ഒളിച്ചിരിക്കാനുള്ള ഒരു അവസരം കിട്ടും. അതുമാത്രമല്ല, ചെടികളുടെ ഇടയിൽ തണുപ്പും കിട്ടുന്നതുകൊണ്ട് അവ കൂടുതൽ സമയം അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഈ ഭക്ഷണ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ എലികൾ വരാം, എലിയെ പിടിക്കുന്നതായിട്ട് പാമ്പുകളും വരാം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വീടുകളിലെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഇതിനിടയിൽ താഴെ ചെറിയ ഗ്യാപ്പുകൾ കാണാം. അപ്പം നമ്മളത് എന്തെങ്കിലും മറ്റേ ഡോർ പാഡ് പോലുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങളോ അല്ലെങ്കിൽ ഷീറ്റുകളോ എന്തെങ്കിലും വെച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കണം. അതുവഴി വീടിനുള്ളിൽ പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വീടിന്റെ ടെറസിനോട് ചേർത്ത് ഈ വള്ളിച്ചെടികൾ പടർത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടുകാർക്കുണ്ട്. അപ്പം അതും പാമ്പുകൾ വീട്ടിനുള്ളിൽ വരാനായിട്ട് വളരെ സാധ്യതയുള്ളതാണ്. ഈ വള്ളിച്ചെടികളുടെ സപ്പോർട്ട് കിട്ടണം. പാമ്പുകൾ അതിലൂടെ വന്നിരിക്കുന്ന കിളികളെയോ അണ്ണാനെയോ ഒക്കെ പിടിക്കാനായിട്ടും ഒക്കെ വള്ളികൾ കയറാനും അതുവഴി നമ്മളെ എയർ ഹോൾ വഴിയൊക്കെ വീടിനുള്ളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം കഴിവതും ഒഴിവാക്കുക. ഈ ബാത്റൂം, നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് വെള്ളം പോകുന്ന ഇതുപോലുള്ള പൈപ്പുകൾ ചിലർ പുറത്ത് ഓപ്പൺ ആക്കിയിടാറുണ്ട്. അപ്പം അതുവഴിയും നമ്മുടെ വീടിനുള്ളിൽ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലെ ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കണം. മെയിനായിട്ടും ഗംബൂട്ട് ധരിച്ച് മാത്രമേ ഇതുപോലുള്ള ജോലികളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ ചൂട് കൂടുതലായതിനാൽ പാമ്പിന്റെ സാന്നിധ്യം കൂടുതലായിരിക്കാം. പാമ്പുകളെ കണ്ടാൽ ശരിക്കും പാനിക്കാവേണ്ട കാര്യമില്ല. പാമ്പുകളെ കണ്ടാൽ വനവകുപ്പിന്റെ തന്നെ സർപ്പ ആപ്പ് ഇപ്പൊ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പരിസരത്തോ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് 3 റെസ്ക്യൂസിന്റെ നമ്പർ കിട്ടുകയും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കൂടിപ്പോയാൽ ഒരു 3/4 മണിക്കൂറിൽ തന്നെ നമ്മൾ റെസ്ക്യൂ സ്ഥലത്തെത്തി പാമ്പിനെ സേഫ് ആയിട്ട് റെസ്ക്യൂ ചെയ്ത് അപകടം ഒഴിവാക്കും. അപ്പം പരമാവധി എല്ലാവരും ഈ സർപ്പ ആപ്പ് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വീടിനോ പരിസരത്തോ അപകടകരമായിട്ട് ഒരു പാമ്പിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് സ്നേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് 3 റെസ്ക്യൂസിന്റെ നമ്പർ അതിൽ ലഭിക്കും. അല്ലാതെ തന്നെ അതിനകത്ത് കോൺടാക്ട് എടുക്കാം. സ്നേക്ക് ബൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റിവനുള്ള ഹോസ്പിറ്റലിൽ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ചൂട് കൂടുതലായതിനാൽ പലരും രാത്രി സമയങ്ങളിൽ ജനാല തുറന്നിടാറുണ്ട്. അവിടെ എന്തെങ്കിലും അതിന് കയറി വരാനായിട്ട് ജനാലിന്റെ സൈഡിൽ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി നമ്മുടെ വീടിനുള്ളിൽ പാമ്പുകൾ വരാം. കഴിവതും ജനാലകൾ സന്ധ്യാസമയങ്ങളിൽ അടച്ചു തന്നെ ഇടുക. ഈ ഇടയുണ്ടായ സ്നേക്ക് ബൈറ്റ് കേസുകൾ, ആ 3 കുഞ്ഞുങ്ങളും സ്നേക്ക് ബൈറ്റ് കിട്ടിയത് നിലത്ത് കിടന്നിട്ടാണ്. അപ്പോൾ കഴിവതും അതെല്ലാം നമ്മൾ ഒഴിവാക്കുക. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പാമ്പ് കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വീടുകളിലും ഓഫീസുകളിലും ജോലി ചെയ്യുന്ന പരിസരത്തുമെല്ലാം വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. വീടുകൾക്ക് ചുറ്റുമുള്ള സ്ഥലം വൃത്തിയാക്കുക. പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിടാതിരിക്കുക. വീട്ടിനുള്ളിൽ തുണികൾ തറയിൽ കൂട്ടിയിടുന്നത് നല്ലതല്ല. കൂടാതെ ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയും തലയിണകളും തുണികളുമെല്ലാം പരിശോധിക്കേണ്ടതാണ്. വീട്ടിൽ നിന്നും പുറത്തേക്കുള്ള കുഴലുകൾ, വിടവുകൾ എന്നിവ ശ്രദ്ധാപൂർവം അടയ്ക്കുക. വാതിൽ അടച്ചിരുന്നാലും കതകിനടിയിൽ കൂടിയുള്ള വിടവിലൂടെ ചെറിയ പാമ്പുകൾക്ക് അകത്തേക്ക് കടക്കാമെന്നതിനാൽ ആ സാഹചര്യം ഒഴിവാക്കുക. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ മൊത്തത്തിൽ നിരീക്ഷിക്കുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പാമ്പിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. മനുഷ്യരെ പോലെ തന്നെ ഉയർന്ന താപനില പാമ്പുകൾക്കും അസഹനീയം തന്നെയാണ്. ഉഗ്രവിഷപ്പാമ്പുകളും വിഷമില്ലാത്ത ചേരയും നീർക്കോലിയും നമ്മുടെയൊക്കെ വീട്ടുപരിസരത്ത് കണ്ടേക്കാം. വളരെ സൂക്ഷ്മതയോടെ സാഹചര്യം നിരീക്ഷിച്ച് പാമ്പുകളിൽ നിന്നും ജാഗ്രത പാലിക്കാം. ഇത്തരം കാര്യങ്ങൾ വീട്ടുകാരെയും കൊച്ചുകുട്ടികളെയുമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതും വളരെ പ്രധാനമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.